+1 സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു, പല കുട്ടികൾക്കും കിട്ടിയിട്ടില്ല. നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാത്ത ഒരാളാണെങ്കിൽ ആദ്യം നോ എന്നും, കിട്ടിയ ഒരാളാണെങ്കിൽ യെസും എന്ത് ചെയ്യുന്നത് കമന്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളൊക്കെ പലരും ടെൻഷനിലാണ്. എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, സാർ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്താ ചെയ്യുക? അപ്പോൾ അവർക്കുള്ള സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാത്ത ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അതേപോലെ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാത്തവർ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാത്തവരോട് എനിക്ക് ആദ്യം പറയാനുള്ളത് വെയിറ്റ്. നിങ്ങളൊന്ന് കാത്തിരിക്കുക. അപ്പോൾ നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജൂൺ 16-ാം തീയതിയാണ് നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് വരിക. ആ തേർഡ് അലോട്ട്മെന്റിൽ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടാത്ത ഒരുപാട് ആളുകൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്കിപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും സ്കൂൾ തുറന്നതിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ വരും. ആ സപ്ലിമെന്ററി അലോട്ട്മെന്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പം സീറ്റ് കിട്ടാം. ഇനി അതിന് മുന്നേ തന്നെ, അതായത് ഈ തേർഡ് അലോട്ട്മെന്റിന് മുന്നേ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ മാനേജ്മെന്റ് കോട്ടയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഈ 3 കോട്ടകളുടെയും അലോട്ട്മെന്റ് ഈ ഒരു ആഴ്ചയിലാണ് വരിക. ചിലപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏതെങ്കിലും സ്കൂളിൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിന് ഈ 3ലും, അതായത് കമ്മ്യൂണിറ്റി കോട്ടയിലും മാനേജ്മെന്റ് കോട്ടയും സ്പോർട്സ് കോട്ടയിലും കിട്ടിയിട്ടില്ലെങ്കിലും ജൂൺ 16-ാം തീയതി നിലവിലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ജൂൺ 16-ാം തീയതി നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്. ആ തേർഡ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം, സീറ്റ് കിട്ടിയേക്കാം. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണം, നിങ്ങളൊന്ന് കാത്തിരിക്കുക. കാരണം ജൂൺ 18-ന് മാത്രമേ ക്ലാസ്സുകൾ ആരംഭിക്കുകയുള്ളൂ. ജൂൺ 18-ന് ആരംഭിക്കുന്ന ക്ലാസ്സുകൾക്ക് മുന്നേ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റ് ഉണ്ട്, കമ്മ്യൂണിറ്റി കോട്ടയുടെ അലോട്ട്മെന്റ് ഉണ്ട്, സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെന്റ് ഉണ്ട്, മാനേജ്മെന്റ് കോട്ടയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം, സീറ്റ് കിട്ടിയേക്കാം. ഇനി ഇതിലൊന്നിനും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും സ്കൂൾ തുറന്നതിന് ശേഷം ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്കും ഇതുവരെ സീറ്റ് കിട്ടാത്തവർക്കുമായിട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളുണ്ട്. 2 പൊതുവെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ആ സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലൂടെയും ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം, സീറ്റുകൾ കിട്ടിയേക്കാം. അപ്പം ഞാൻ ആദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്, വെയിറ്റ്. കാലം നമുക്ക് എന്താണ് ഈ ദിവസം നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, നമ്മളൊന്ന് കാത്തിരിക്കുക. നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ തേടി ഏറ്റവും ബെസ്റ്റ് സ്കൂളും കോഴ്സും തന്നെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്കൂളും ക്ലാസ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോഴ്സ് തന്നെ നിങ്ങളെ തേടിയെത്തും. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നാഫി ദ എഡ്യൂക്കേറ്റർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.edupote എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ടൊന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ജൂൺ 16 തിങ്കളാഴ്ചയാണ് നിങ്ങളുടെ തേർഡ് അലോട്ട്മെന്റ് വരെ. ആ ഡേറ്റിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പം വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.